ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ അങ്കമാലി മാങ്ങ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പൊരിച്ചതോ വേറൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഓനിയൻ ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു ഇഞ്ചിയും ഇതേപോലെ ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനേഗർ കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈനെ കൊണ്ട്. ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കന്നെ ഏകദേശം ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഈ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടികളും കൂടി നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ മിക്സിലേക്ക് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹാഫ് വേവ് ആവുന്നത് തന്നെ ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങയാണ് ആവശ്യം. എൻ്റെ കയ്യിലിപ്പോൾ ഒരു കരിമ്പഴുക്കായിട്ടുള്ള മാങ്ങയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം പച്ചമാങ്ങ തന്നെ എടുക്കുക. ഇനി അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം സ്ട്രോങ്ലി ചെയ്യേണ്ട, പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം മാങ്ങ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് നമ്മളെ ചട്ടി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിലാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ നേർത്ത തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. രണ്ടാം പാലെന്ന് പറയും. അപ്പോൾ ആ 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ്സോളം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം മുൻപാലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ചട്ടി കാച്ചാനായിട്ട് കോക്കനട്ട് ഓയിലിൽ 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഓണിയനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലാത്തത് കാരണം ഞാൻ സാധാരണ വലിയ ഉള്ളി തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അതൊന്ന് ഏകദേശം ഒന്ന് റോസ്റ്റായി, ഉള്ളി ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങാ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാ കറി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ പൊരിച്ചതോ അതുപോലെ തന്നെ വറവോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കറി തന്നെ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.